ബംഗാളിലെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആർ.വി. രവിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি. കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് ബംഗാളിലെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സുവേന്ദു അധികാരിക്കൊപ്പം തുറന്ന വാഹനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാവേദിയിലേക്ക് എത്തിയത്. അശോക് കീർത്തിയാനിയ, അഗ്നിമിത്ര പോൾ, ദിലീപ് ഘോഷ്, നിസ്രിത് പ്രമാണി, ക്ഷുതിരം ദുഡു എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇവരുടെ വകുപ്പുകൾ പിന്നീട് തീരുമാനിക്കും. നിയമസഭാ കക്ഷി യോഗത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷനായ ദിലീപ് ഘോഷാണ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിച്ചത്. കേന്ദ്ര നിരീക്ഷകനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിക്കുകയായിരുന്നു. മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് ബി.ജെ.പി. ഉടൻ കടക്കും. 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. മമതാ ബാനർജിയുടെ വലം കൈയായിരുന്ന സുവേന്ദു അധികാരി TMCയെ കടപുഴക്കിയെറിഞ്ഞാണ് ബംഗാളിന്റെ അമരത്തേക്കെത്തുന്നത്. 2020 തൃണമൂൽ വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന അദ്ദേഹം 2021 പാർട്ടിയെ 77 സീറ്റുകളിലെത്തിച്ച് പ്രധാന പ്രതിപക്ഷമാക്കി മാറ്റുകയായിരുന്നു. മീഡിയ 1 ഡൽഹി.